सोनिक पर पहली बार देखिए द लेजेंड ऑफ हनुमान हर रोज शाम 7 बजे सोनिक पर। Watch full episodes on Jio Hotstar. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ വീടിന്റെ വാതിക്കലെ ഒരു ബൈക്ക് പെട്ടെന്ന് വന്ന് നിൽക്കും. അതിലുള്ള ആള് 2 കാലും ഭൂമിയുടെ മേളിൽ വെച്ച് നടക്കും. ആ കാലുകൾ നേരെ നമ്മുടെ വീടിന്റെ വാതിക്കലെത്തി നിൽക്കും. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ കോളിംഗ് ബെല്ല് ശബ്ദം കേൾക്കും. ഇതോടെ സസ്പെൻസ് അവസാനിക്കുന്നു. ഈ ജോലി എങ്ങനെ ചെയ്തു തീർക്കും? എന്താണ് ഇതിന് ഒരു പോംവഴി എന്ന് കണ്ടുപിടിക്കാൻ അറിയാത്ത ആ മഹാനായ ലഡ്ഡു സിംഗ് നേരെ നമ്മുടെ മോനെ കാണാൻ എത്തുമല്ലോ. അതെ അതെ മുത്തശ്ശി, നിങ്ങൾ എന്തിനാ വന്ന് വാല് തുറന്നത്? ഐ ഭീം സിംഗ്, നീ എന്തിനാ മുത്തശ്ശിയെ വീട്ടു ജോലിയൊക്കെ എടുപ്പിക്കുന്നത്? മിണ്ടി പോകരുത്. ഇവിടെ ഞാനിപ്പോ ലൈവ് ന്യൂസ് കൊടുത്തോണ്ടിരിക്കുക. മണ്ടനായ കഷ്ടപ്പെടുന്ന ആ ലഡ്ഡു സിംഗ് ശിവയുടെ നേരെ യാചിക്കുന്നത് നമുക്ക് കാണാം. നോക്കിക്കോ. ശിവ ശിവ, കാട്ടിലിപ്പോൾ ആ വുൾഫ് ബോയിനെ എല്ലാവരും ചേർന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നിന്റെ സഹായം വേണം ശിവ. വേഗം വേഗം വരൂ ശിവ. മുത്തശ്ശി, നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലായത്? ഞാൻ ഇവിടെ ശിവ, എന്നാ ശരി, ഞാൻ പോട്ടെ. അധികം വഴുകാതെ നീ വന്നോളേ. ഓക്കേ ലഡ്ഡു സിംഗ് സർ. ഇതെന്താ ഇത്? അവന് ചായയും പലഹാരവും കഴിക്കാൻ അനുവദിച്ചൂടെ? ശിവ, നീ ലഡ്ഡു സിംഗിന്റെ കൂടെ കാട്ടിലേക്ക് പോ. അവന്മാരെ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങോട്ട് വരാവൂ. താങ്ക് യു മുത്തശ്ശ. ശരി മോനെ, പോയിട്ട് വരൂ. നല്ല കാര്യം ചെയ്യാൻ ഒരിക്കലും ഈ മുത്തശ്ശി തടസ്സമാവില്ല. ആള് ദ ബെസ്റ്റ്. ലഡ്ഡു സിംഗ് സാറേ, നിങ്ങളോട് ഞാനൊരു രഹസ്യം പറയട്ടെ. എന്താ? ഉൾഫ് ഒരു തവണ ആരെങ്കിലും കടിച്ചിട്ടിടയ്ക്ക് പിന്നെ അയാള് ഉൾഫായിട്ട് മാറും കേട്ടോ. അവർക്ക് വായില് വലിയ വലിയ പല്ലുകളായിരിക്കും മുളയ്ക്കുന്നത്. ആദി, നീ എന്തിനാ എല്ലാരും ഇങ്ങനെ പേടിപ്പിക്കുന്നത്? ഞാൻ ആ വുൾഫ് ബോയിൽ നിന്ന് മാറി നിന്നേക്കാം. അവനെങ്ങാനും എന്നെ കടിച്ചാലോ? വേണ്ട 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 വേണ്ട, ഞാൻ റിസ്ക് ഒന്നും എടുക്കുന്നില്ല. നോ 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 നോ. ലഡ്ഡു സിംഗ് സാറേ, നിങ്ങളോട് ഞാനൊരു രഹസ്യം പറയട്ടെ. എന്താ? ഉൾഫ് ഒരു തവണ ആരെങ്കിലും കടിച്ചിട്ടിടയ്ക്ക് പിന്നെ അയാള് ഉൾഫായിട്ട് മാറും കേട്ടോ. ശിവ, നീ വേഗം എന്റെ ടെന്റിന്റെ അകത്തേക്ക് ഒന്ന് വന്നേ. ആ വുൾഫ് എന്നെ അന്വേഷിച്ച് ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുണ്ട്. വേഗം വന്നേ. ഹേയ് ഹേയ് ഷോ 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 ഏഷ് ഷോ. ശിവ, ഓഹോ ലഡ്ഡു സിംഗ് സർ, നിങ്ങൾ ആവശ്യമില്ലാതെ ഇങ്ങനെ പേടിക്കുന്നത്. അത് വുൾഫ് അല്ല, ഒരു കുഞ്ഞു ചിമ്പാൻസിയാണ്. ആഹാരം തേടി വന്നിരിക്ക. അത് പോയി പുറത്തേക്ക് വരൂ. എനിക്ക് ആദ്യം തന്നെ അറിയാമായിരുന്നു അതൊരു ചിമ്പാൻസി ആണെന്ന്. വുൾഫിനെ കണ്ട എനിക്ക് പേടിയോ? ലഡ്ഡു സിംഗ് സാറേ, ദേ വുൾഫ് നിങ്ങളുടെ പുറകെയുണ്ട്. വേണ്ട 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 വേണ്ട, എന്റെ പുറകെ വരില്ല, എന്റെ പുറകെ വരില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ മുകളിലാണ്. വേണ്ട. ലഡ്ഡു സിംഗ് സർ, ഇവരെ കളിയാക്കിയാണ്. സാർ ആദ്യം താഴെ ഇറങ്ങൂ. ലഡ്ഡു സിംഗ് സർ, ഇവിടെ ഫുട് പ്രിന്റ്സ് കാണുന്നുണ്ട്, ശ്രദ്ധിച്ചോ? നിങ്ങൾക്ക് ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും. ലഡ്ഡു സിംഗ് സാറേ, നിങ്ങളുടെ കമാൻഡോ ട്രെയിനിങ്ങില് ഈ ഫുട് പ്രിന്റ്സ് ട്രൈ ചെയ്യണം എങ്ങനെയാണെന്ന് പറഞ്ഞു കാണുമല്ലോ അല്ലേ? എങ്ങനെയെങ്കിലും ആ സാമർത്ഥ്യം ഒന്ന് കാണിച്ചേ. കലക്കി ആദി, കലക്കി. നീ എനിക്ക് ഓർമ്മപ്പെടുത്തിയത് വളരെ നന്നായി. ഇനി കണ്ടോ ആ വുൾഫ് ബോയിന്റെ കാൽപ്പാടുകൾ എത്ര പെട്ടെന്നാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന്. See, watch, you watch. Yes, കിട്ടിപ്പോയി. നിങ്ങൾ മിണ്ടാതെ എന്റെ പുറകെ വന്നോളണം. നിങ്ങൾ വെറുതെ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ കാൽപ്പാടുകൾ മതിയാവും ഞാൻ അതിനെ കണ്ടുപിടിക്കാൻ.
ലഡു സിംഗ് സർ, ഇപ്പൊ നമ്മൾ പോകുന്ന വഴിയുണ്ടല്ലോ, അതിന്റെ മാർക്സ് ഹ്യൂമൻ ബോയുടെ പോലെ ഇല്ല, ഏതൊരു ആനിമളുടെ ഫുട് പ്രിന്റ് പോലെ ഉണ്ടല്ലോ. വേഗം വരൂ, ആ ഭാഗത്തേക്ക് പോവാം. അങ്ങനെ ഒന്നും നിനക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഞങ്ങൾ നിന്നെ പിടിച്ചത് കണ്ടില്ലേ? മര്യാദക്ക് അവിടെ ഇരിക്കുക. അവനെ ശരിക്കും പിടിക്കുക, രക്ഷപ്പെടാൻ അനുവദിക്കരുത്. നന്നായിട്ട് ടൈറ്റ് ആക്ക്. ഹലോ ബോസ്, ബോസ് വൂൾഫ് ബോയെ ഞങ്ങൾ പിടിച്ചു. സാറൊന്ന് വേഗം വരൂ. എല്ലാം ദൈവത്തിന്റെ കളികളാണെന്നായി. ദൈവത്തിന് നന്ദിയുണ്ട്. അവനെ കൂട്ടിയിട്ട് വാ, ഞാൻ നിങ്ങൾക്ക് ഒരുപാട് പൈസ തരാന്നേ. താങ്ക് യു ബോസ്. നമുക്ക് ഇവനെ സർക്കസിൽ കാണിച്ച് കോടികൾ സമ്പാദിക്കാം ബോസ്. വേട്ടക്കാരൻ അങ്കിൾ, ആ വുൾഫ് ബോയെ വിട്ടേക്കൂ. വിടാനോ? നോക്കൂ കുട്ടി, ഈ കാട് വളരെ അപകടം നിറഞ്ഞതാ, അതുകൊണ്ട് വേഗം സ്ഥലം കാലിയാക്ക്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. നീ വേട്ടക്കാരൻ ശങ്കറിനെ അടിച്ചു അല്ലേ? പിടിക്കവനെ. അതെ, നിങ്ങൾ വേഗം പോയി ആ വല എടുത്ത് മാറ്റ്. പക്ഷേ ലഡു സിംഗ് സാറേ, വല ഭയങ്കരമായിട്ട് കെട്ടിയിരിക്കുകയാണെന്ന് തോന്നുന്നു. ഈ കമാൻഡോ ട്രെയിനിലെ വല എങ്ങനെയാ അഴിച്ചു വിടണമെന്ന് നിങ്ങൾ പഠിച്ചു കാണുമല്ലോ അല്ലേ? വേഗം ചെന്ന് അത് അഴിച്ചു മാറ്റിക്കേ. വല പൊട്ടിക്കുന്നത് വലിയ കാര്യാണോ? ഞാൻ ഇപ്പൊ തന്നെ തുറന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് കണ്ടോ? എന്നൊന്നും ചെയ്യല്ലേ, എന്നെ കടിക്കല്ലേ, എന്നെ കടിക്കില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ തന്നെ രക്ഷപ്പെടാൻ വേണ്ടി വന്നതാണ്. എന്നെ വിട്ടേക്ക്, വേണ്ട, കടിക്കല്ലേ, വിട്ടേക്ക്. എനിക്ക് പറ്റില്ല, നിങ്ങൾ തന്നെ പോയാ മതി. എന്താ മോനെ, നീ എന്തായി കാണിക്കുന്നേ? എന്തെങ്കിലും പറ്റുമോനെ? അവൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. കാട്ടിലുള്ള മനുഷ്യരെ കണ്ട് എന്തോ പഠിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഇനിയും കുറച്ചും കൂടി മുന്നോട്ട് പോയിക്കോ. നല്ല രസമുണ്ട് ഈ ചൂട് കിട്ടുന്നത്. എന്റെ മോൻ ഭയങ്കര ബുദ്ധിശാലിയാ. ഒരു തവണ കണ്ടത് എത്ര പെട്ടെന്ന് പഠിച്ചെടുത്ത്. പക്ഷേ മോനെ, ഈ തീയൊക്കെ ഭയങ്കര അപകടം പിടിച്ചതാണ്, അറിയോ? കുറച്ച് നീങ്ങിയിരുന്നില്ലെങ്കിൽ ഇതെല്ലാം കത്തി ചാമ്പലായി തീരും മോനെ. എന്റെ കുട്ടികളെ, എന്തോ ആപത്തിൽപ്പെട്ടെന്ന് തോന്നുന്നു. പോയ കുഴിയിൽ വീണെന്നാണ് തോന്നുന്നത്. ഇന്ന് ബോസിന് ഒരുപാട് സന്തോഷമാവും. വരൂ, വേഗം പോയി നോക്കാം.
ശബ്ദം കേട്ടിട്ട് ഭയങ്കര പേടിയാകുന്നു ശിവ. നമുക്ക് ഇവിടുന്ന് പോകാം ശിവ, വേഗം. ഈ ലഡ്ഡു സിംഗ് ഇവിടെ ഉള്ളപ്പോ എന്തിനെ കുറിച്ചാ പേടിക്കുന്നത്? ഹൈ, പേടിയൊക്കെ അങ്ങ് മാറ്റി വെച്ച് എന്നോടൊപ്പം മുന്നോട്ട് നടക്കുക. ഓക്കേ, വന്നേ. 1 2 1 2 1 2. പിടിക്കേ പിടിക്കേ. ശിവ, വേഗം പൊക്ക്, വേഗം പൊക്കാൻ. വേഗം. ശിവ, ദാ അവിടെ ആ കുഴിക്കകത്ത് വുൾഫ് ബോയും അവന്റെ കൂട്ടുകാരനും വീണ് കിടക്കുകയല്ലേ. നമുക്ക് അവരെ രക്ഷിക്കണം. ഏയ്, ദേഷ്യപ്പെടരുത്, ദേഷ്യപ്പെടരുത്. ഞാൻ നിങ്ങളെ രക്ഷിക്കാം. എന്റെ മക്കൾക്ക് എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. പേടിക്കരുത്, പേടിക്കരുത്. ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാം. അതെ ശിവ, ദാ ഒന്നുകൂടി വലിച്ചാ മതി. ദാ നമ്മള് കുഴി എത്താറായി. ആദി, യൂണി, ഒന്ന് ശക്തമായിട്ട് ഊട്ടി വിട്. ഒന്ന് ശക്തി കൂടട്ടെ. വേണ്ട. വേണ്ട. ഹലോ ശിവ, വേണ്ട, കടിക്കല്ലേ 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 എന്ന് പറഞ്ഞില്ലേ? നല്ല കടിക്കല്ലേ. വേണ്ട. മുകളിലേക്ക് പോ, മുകളിലേക്ക് പോ. ഐ. അവൻ പോയത് ഏതായാലും നന്നായി. ലഡ്ഡു സിംഗ് സർ, നിങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ടോന്നോ? ആരോ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, നല്ലത് ചെയ്താൽ നമുക്ക് വീഴ്ചയുണ്ടാവില്ലാന്ന്. പക്ഷെ എനിക്ക് നേരെ തിരിച്ചാ സംഭവിച്ചത്. ഞാൻ നല്ലത് വിചാരിച്ചിട്ടും ഞാൻ താഴേക്ക് വീണല്ലോ. ഇനി ഒരിക്കലും ഞാൻ ആരും ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കില്ല. എന്നെ പുറത്തേക്ക് എടുക്ക ശിവ, എന്നെ ഒന്ന് വേഗം പുറത്തേക്ക് എടുക്ക. ലഡ്ഡു സിംഗ് സാറേ, അന്നത്തെ കാലത്ത് വേറൊരു ഡയലോഗ് കൂടി പറഞ്ഞിട്ടുണ്ട്, നോ പെയിൻ നോ ഗെയിൻ. പിടിച്ചോളേ, പിടിക്കേ, ഒന്ന് വലിക്കേ വേഗം. ഇനി നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ഫ്രണ്ട്സ് ആണ്, ഫ്രണ്ട്സ്. ഓക്കെ, ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. രക്ഷപ്പെട്ടു ശിവ, നമ്മളെ രക്ഷപ്പെട്ടിരിക്കുന്നു. കൊള്ളാം, കലക്കി. ബോസിനെ എന്തായാലും ഇത് അറിയിക്കണം. എല്ലാത്തിനെയും വെടിവെച്ചിട്ടേക്ക്. ഹലോ, ഒരു സന്തോഷ വാർത്തയുണ്ട് ബോസേ. നമ്മൾ അന്വേഷിച്ച് നടന്ന ആളെ കിട്ടി. മാത്രമല്ല, പ്രതീക്ഷിക്കാത്ത പലതും കിട്ടിയിട്ടുണ്ട്. ആ, നല്ലൊരു ന്യൂസാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ഒരു കളി കൊണ്ട് മാത്രമാണ് നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആയിരിക്കുന്നത്. സമയം വെറുതെ കളയാതെ ആ വൂൾഫ് ബോയെ പിടിച്ചിട്ട് അവിടുന്ന് സ്ഥലം വിടാൻ നോക്ക്. ഓക്കെ ബോസ്. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ്, വൂൾഫ് ബോയെ പിടിച്ച് ജീപ്പിനകത്ത് കയറ്റ്. എന്ത്? ഞാനോ? ഒരു പോലീസ് ഇൻസ്പെക്ടറോടാണോ നിങ്ങളൊരു തെറ്റായ ജോലി ചെയ്യാൻ പറയുന്നത്? എല്ലാറ്റിനും പിടിച്ച് ഞാൻ ഇപ്പൊ തന്നെ ജയിലിനകത്തിടും, പറഞ്ഞേക്കാം. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ്, ഞങ്ങൾക്കുണ്ട് ജയിലൊക്കെ. പക്ഷെ അത് കുറച്ച് വ്യത്യാസം. എന്താ കാണണോ? ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാശ് കിട്ടും. ഇല്ലെങ്കിലുണ്ടല്ലോ, അടി മഴയായിട്ട് പെയ്യും. നിങ്ങളെ ഞങ്ങള് തീർക്കും.
അങ്കിൾ ഞങ്ങളിൽ ആരും നിങ്ങളോട് സഹകരിക്കില്ല. എവിടുന്ന് പൊക്കോളൂ. ഓഹോ, തലയിരിക്കുമ്പോ എന്തിനാ വാല് കിടന്നാടുന്നത്? എടാ കുട്ടി, എന്നോട് പോകാൻ പറയാൻ മാത്രം നീ ആയോടാ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ അങ്കിൾ, എന്നെ കുട്ടി എന്ന് വിളിക്കരുതെന്ന്. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്നെ വിടും, വിടും, വിടും. രക്ഷിക്കും, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. സുഹൃത്തുക്കളെ, മനുഷ്യരന്റെ കുഞ്ഞിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു. അവരവനെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നേ. കൂട്ടിക്കൊണ്ടു പോകട്ടെ, അവനും മനുഷ്യനല്ലേ. അവൻ മനുഷ്യന്മാരോടൊപ്പം ഇരിക്കുന്നതായിരിക്കും നല്ലത്. അവൻ മനുഷ്യന്മാരോടൊത്ത് ജീവിക്കണം നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ ഇപ്പൊ അവനെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നവര് അത്ര നല്ലവരല്ല. അവരവൻ മൃഗമാണെന്നുള്ള രീതിയിലാ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നേ. അവരവനെ ഒരു മൃഗത്തെ പോലെ കാണുന്നതും. അവൻ മനുഷ്യന്മാരോടൊപ്പം ഇരിക്കുന്നതാണ് ശരി. അവനെ ആരെങ്കിലും സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. മമ്മി, ആ മനുഷ്യരെ കുട്ടികള് വളരെ നല്ലവരാ. അവരാ എന്നും ചേട്ടനെ രക്ഷിച്ചോണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാനും കൂടി അവര് പഠിപ്പിച്ചു. ഓ, എനിക്കും അങ്ങനെ തോന്നുന്നത്. എന്നാലും നമുക്ക് ആരെ അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല. എന്റെ മകൻ ഇതൊക്കെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ടാകും. മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്, അവരുടെ സ്വഭാവം എന്താണെന്ന് അവൻ ആദ്യം മനസ്സിലാക്കട്ടെ. ഇന്നു മുതൽ നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. എവിടെയെങ്കിലും വെച്ച് മനുഷ്യരെ കാണുകയാണെങ്കിൽ ഉടനെ വന്ന് വിവരം അറിയിക്കണം. ഹീരാമോത്തി, നിങ്ങൾ നിങ്ങളുടെ ചേട്ടനെ ദൂരേക്ക് എവിടെയും കൂട്ടിയിട്ട് പോകാൻ പാടില്ല. അല്ല, ചേട്ടനെ കാണുന്നില്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും നമുക്ക് പിടിച്ചിരിക്കണം. പക്ഷെ ആ കുട്ടി ശിവയുണ്ടല്ലോ, ഇന്ന് തന്നെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. ശ്രദ്ധിച്ചു കേൾക്ക്, നമുക്ക് ആ കുട്ടിയെ പിടിക്കണം. മനസ്സിലായോ? വാ. മമ്മി, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും താ. വിശന്നിട്ട് വയ്യ. ഇപ്പോൾ ഇവൻ മയങ്ങിയിരിക്കുക. വേഗം പൊക്കിക്കൊണ്ടുവാ. അയ്യോ, അയ്യോ, ശിവയെ കൊണ്ടുപോകുവാണ്. ലെറ്റർ സിംഗ് സാറേ, ഓടി വാ. കൊള്ളക്കാര് ശിവയെ കൊണ്ടുപോയി. അവനെ ഫോളോ ചെയ്യൂ പ്ലീസ്. ശിവയെ രക്ഷിക്ക്. അവനും പോയി കഴിഞ്ഞാൽ എന്റെ കുട്ടിയെ പിന്നെ ആരെ രക്ഷിക്കുക? അങ്കിൾ, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണേ, ഞങ്ങളിപ്പോ വരാം. Watch India's largest kids library only on Jio Hotstar. Download the app now.